ഇത് കണ്ടിട്ട് സൂപ്പറാ പറയുന്നത്. എല്ലാവരും ഇങ്ങനെ കൈ കാണിച്ചു. നല്ലൊരു ആശയം തന്നെയാണ്. ആരെയും മാറ്റി നിർത്തിയില്ല. എല്ലാവർക്കും എല്ലാവർക്കും പിന്തുണ. വോട്ട് ചെയ്യാൻ പറ്റിയ കാലം മുതൽ പഞ്ചായത്ത് ഇലക്ഷന് ഞാൻ ഇതുവരെ രാഷ്ട്രീയം നോക്കാറില്ല. നമ്മൾ ആളെ നോക്കി മാത്രമേ വോട്ട് ചെയ്യാറുള്ളൂ. ഇന്നിപ്പോൾ BJP സ്ഥാനാർത്ഥി വന്നിട്ടുണ്ടായിരുന്നു, അവർക്ക് സ്വീകരണം കൊടുത്ത്. ഇന്നലെ ഇടതുപക്ഷത്തിൻ്റെ ഉണ്ടായിരുന്നു, അവർക്കും സ്വീകരണം കൊടുത്ത്. മെനഞ്ഞാന്ന് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി വന്നു, അവർക്കും സ്വീകരണം കൊടുത്തു. എല്ലാവർക്കും സ്വീകരണം കൊടുത്തു. നമസ്കാരം. ഞങ്ങളിങ്ങനെ തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ വിശേഷങ്ങളൊക്കെ അന്വേഷിച്ച് വന്നപ്പോഴാണ് പത്തനംതിട്ട ജില്ലയിലെ അടൂർ കടമ്പനാട് പഞ്ചായത്തിൽ മലങ്കാവ് എന്ന സ്ഥലത്ത് ഒരു വ്യത്യസ്തമായ കാഴ്ച കണ്ടത്. ഇവിടെ ഒരു കടയിൽ മത്സരിക്കുന്ന 4 സ്ഥാനാർത്ഥിമാരുടെയും ചിത്രം ഒരേ ഭിത്തിയിൽ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അവരുടെ ചിഹ്നവും പേരുമെല്ലാം രേഖപ്പെടുത്തിയിട്ടുണ്ട്. കുഞ്ഞുമോൻ എന്ന ആളാണ് ഇത്തരത്തിൽ ഇവിടെ കട നടത്തുന്നത്. ഇപ്പോൾ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായ ലിജി റെജി, UDF സ്ഥാനാർത്ഥി ഷീജ മുരളീധരൻ, LDF സ്ഥാനാർത്ഥിയായ അനിത KS, NDA സ്ഥാനാർത്ഥി രതി സുരേഷ് എന്നിവരാണ് വാർഡ് 3-ൽ മത്സരിക്കുന്നത്. ചേട്ടൻ്റെ ആണോ ഈ കട? നിങ്ങളുടെയൊക്കെയാണോ? എൻ്റെ കടയാണ്. കുഞ്ഞോന് വാടകയ്ക്ക് കൊടുത്തേക്കാണ്. കുഞ്ഞോന് ഞാനും കൂടെ കൂടിയാണ് ഈ ചെയ്തത്. എന്തായാലും ഈ 4 സ്ഥാനാർത്ഥിമാരുണ്ട്, അവരുടെ എല്ലാം കൂടെ ഒരുമിച്ചെന്ന് വെച്ചാൽ ആരെയും നമ്മൾ പ്രത്യേകം കാശ് മേടിച്ചല്ല നമ്മൾ ചെയ്തത്. ഞങ്ങൾ രണ്ടുപേരും കൂടെ ചേർന്ന് അങ്ങ് ചെയ്താ. ആരും കൂടെ 5 പൈസ മേടിച്ചിട്ടില്ല. ഇതാരാ വരച്ചത്? സജി, കലാകാരൻ. സ്ഥാനാർത്ഥിമാരൊക്കെ വന്നോ? എല്ലാവരും വന്നു. എല്ലാവരും മറ്റേ പത്രക്കാർ വന്ന് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് പോയി. എല്ലാവരും ഒരുമിച്ച് ഒരു ഭിത്തിയിൽ തന്നെ നിൽക്കുന്നു. എല്ലാവരും തിരിച്ചറിയാൻ പറ്റുന്നു അല്ലേ? ഒരു വേർതിരിവൊന്നുമില്ല. ആർക്കും വേർതിരിവില്ല. പിന്നെ ജയിക്കുന്നവരെ ജയിക്കും, നമ്മൾ പറയാൻ നോക്കും. നാട്ടുകാരൊക്കെ എന്ത് പറയുന്നു? സൂപ്പറാ പറയുന്നത്. എല്ലാവരും ഇങ്ങനെ കൈ കാണിച്ചു. നാട്ടുകാരൊക്കെ ഉണ്ട്. ഏതായാലും ഇവിടെ അങ്ങനെ വേർതിരിവൊന്നുമില്ല. 4 പേരുണ്ട്. 4 പേര് മത്സരിക്കുകയാണ്. അപ്പം നാട്ടുകാരൊക്കെ വന്നിട്ടുണ്ട്. എങ്ങനെയാണ് ഇങ്ങനെ ഒരേ രീതിയിൽ വന്നിട്ടുണ്ട്? അപ്പം നിങ്ങൾ കണ്ടിരുന്നു. നമ്മുടെ അടുത്തൊരു പണ്ട് തൊട്ടേ ചിത്രം വരയ്ക്കുന്ന ചേട്ടനാണ് വരച്ചത്. നല്ലൊരു ആശയം തന്നെയാണ്. ആരെയും മാറ്റി നിർത്തിയില്ല. എല്ലാവർക്കും പിന്തുണ, തുല്യ പിന്തുണ. അപ്പോൾ അങ്ങനെ തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ആവേശത്തിലൊക്കെ ആയിട്ടുണ്ട് ഈ നാട്. മലങ്കാവ് എന്ന സ്ഥലമാണ്. ചേട്ടാ എന്ത് പറയുന്നു? ഇതിങ്ങനെ വരച്ച് സന്തോഷം, വരച്ചതിന് നല്ല സന്തോഷം. ഇത് വീഡിയോ ഒക്കെ ഇട്ട് ഒരുപാട് പേര് കണ്ടിട്ടുണ്ട്. സന്തോഷമാണ്, വലിയ സന്തോഷം. അങ്ങനെ വേർവരുമില്ല, ഒരു പാർട്ടിക്കാർ വന്നാലും വേർവരുമില്ല. നമ്മുടെ നാട്ടിലെ എങ്ങനെയുണ്ട് ഇലക്ഷൻ്റെ ആവേശമൊക്കെ? അതൊക്കെ നല്ല എൻഗേജായിട്ട് നടക്കുന്നു. എല്ലാ സ്ഥാനാർത്ഥികളും വരുന്നുണ്ട്. ആരെയും താഴ്ച മാറ്റുന്നില്ല ഇവിടെ. ഞങ്ങൾ എല്ലാവർക്കും സ്വീകരണം കൊടുക്കുക. ഒരുമിച്ച് ഇന്നിപ്പോൾ BJP സ്ഥാനാർത്ഥി വന്നിട്ടുണ്ടായിരുന്നു, അവർക്ക് സ്വീകരണം കൊടുത്ത്. ഇന്നലെ ഇടതുപക്ഷത്തിൻ്റെ ഉണ്ടായിരുന്നു, അവർക്കും സ്വീകരണം കൊടുത്ത്. മെനഞ്ഞാന്ന് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി വന്നു, അവർക്കും സ്വീകരണം കൊടുത്തു. എല്ലാവർക്കും സ്വീകരണം കൊടുക്കും. ആർക്കും വേർതിരിവൊന്നുമില്ല. അത് കൊള്ളാം. അതാണ് ഈ കടയിൽ നിങ്ങൾ എല്ലാവരും കൂടെ വൈകിട്ട് വന്ന് ഇവിടെ ഒരുമിച്ച് ഇരിക്കുമ്പോൾ അത് ചർച്ചയാവുമല്ലോ. നല്ല കാര്യം. എല്ലാവരും വന്ന് എല്ലാവരും കണ്ട് സന്തോഷിച്ചു. ഒരാൾക്ക് വേണ്ടിയൊക്കെ വാദിക്കുന്നവരുണ്ടോ? അങ്ങനെ ഇതൊന്നുമില്ല. പിന്നെ അവനവനെ ഇഷ്ടപ്പെട്ട ആൾക്ക് വനിതാ സ്ഥാനാർത്ഥി എല്ലാവർക്കും. അപ്പം നമ്മൾ അതിനനുസരിച്ച് പ്രവർത്തിക്കുന്നു. അവരൊക്കെ ചെയ്യണം. ആര് ജയിക്കുമെന്ന് പറയാൻ പറ്റത്തില്ല ഈ വാർഡിൽ. അതിനനുസരിച്ചുള്ള സ്ഥാനാർത്ഥികളെ ഇത്രയും പേര് നിൽക്കുന്നത് 4 പേരും 4 പാർട്ടിപ്പെട്ട ആൾക്കാരായിരിക്കും. വോട്ട് ചെയ്യുന്ന ആർക്കൊന്നും പറയാനൊക്കില്ല. ഈ പഞ്ചായത്ത് ഇലക്ഷനായാലും ഏത് പഞ്ചായത്ത് ഇലക്ഷനായാലും ഇത്രയും വർഷം എനിക്ക് വോട്ട് കിട്ടിയ കാലം മുതൽ, വോട്ട് ചെയ്യാൻ പറ്റിയ കാലം മുതൽ പഞ്ചായത്ത് ഇലക്ഷന് ഞാൻ ഇതുവരെ രാഷ്ട്രീയം നോക്കാറില്ല. നമ്മൾ ആളെ നോക്കി മാത്രമേ വോട്ട് ചെയ്യാറുള്ളൂ. രാഷ്ട്രീയം പറയത്തില്ല. രാഷ്ട്രീയമില്ല. എല്ലാവരും ഒരു കണക്ക് തന്നെ. കട വന്നാലും രാഷ്ട്രീയം പറിക്കുകയില്ല. ഏതായാലും നല്ല രസമായിട്ടുണ്ട്. ഈ കടയിൽ വരുന്നവർക്കെല്ലാം കാണാൻ പറ്റും തങ്ങളുടെ സ്ഥാനാർത്ഥി ആരാണ്, ചിഹ്നം ആരെന്നൊക്കെ വ്യക്തമായി മനസ്സിലാക്കുകയും ചെയ്യും. ആരെയും മാറ്റി നിർത്താതെ, വേർതിരിവൊന്നും ഇല്ലാതെ ഈ 4 സ്ഥാനാർത്ഥിമാരെയും ഈ കടയിൽ ഇതുപോലെ അവരുടെ ചിഹ്നവും പേരും എല്ലാം അടയാളപ്പെടുത്തിയിരിക്കുന്നത് വലിയൊരു സന്ദേശം കൂടിയാണ് ഈ മലങ്കാവ് എന്ന ഗ്രാമവാസികൾ നൽകുന്നത്. ക്യാമറാമാൻ ജിതിനൊപ്പം CR ശ്യാം, മറുനാടൻ മലയാളി, അടൂർ.